Hello everybody, welcome to English speaking course. Let's learn some new English sentences which you can use in your daily life. എന്നും പറയാറുള്ള പോലെ സ്ഥിരമായിട്ട് ഇംഗ്ലീഷ് സെൻറ്റൻസസ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം നിങ്ങൾ. If you are new on my channel, please don't forget to subscribe. വീഡിയോ ഫുൾ കാണണം. ചെറിയ വീഡിയോ but it's going to be really informative. Who is he to you? Who is he to you? അവൻ നിന്റെ ആരാണ്. ഇനി അവള് നിന്റെ ആരാണ് അറിയണമെങ്കിൽ നമുക്ക് ഹീൻ്റെ പകരം ഷീ ചേർത്താൽ മതി. Who is she to you? Who is she to you? Please repeat with me. Who is she to you? Don't hesitate while talking to me. Don't hesitate while talking to me. എന്നോട് സംസാരിക്കുമ്പോൾ മടിക്കരുത്. I haven't seen this movie. I haven't seen this movie. ഞാൻ ഈ മൂവി കണ്ടിട്ടില്ല. I haven't seen this movie. ഇനി അങ്ങനെ ആരെങ്കിലും പറഞ്ഞാൽ നമ്മൾ തിരിച്ച് പറയാറില്ലേ, ഞാനും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഈവൻ ചേർത്താൽ മതി. ഈവൻ I haven't seen this movie. Even I haven't seen this movie. What to do next? അടുത്തത് എന്താണ് ചെയ്യേണ്ടത്? What to do next? Why were you not picking up the phone? നമ്മൾ വിളിച്ചിട്ട് ആരെങ്കിലും ഫോൺ എടുത്തില്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കണ്ടാൽ ചോദിക്കാറില്ലേ, നീ എന്താ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാതെ ഇരുന്നത്? അത് നമുക്ക് ഇംഗ്ലീഷിൽ ഇതുപോലെ ചോദിക്കാം. Why were you not picking up the phone? She keeps calling me. She keeps calling me. അവൾ എന്നും എന്നെ വിളിച്ചുകൊണ്ടിരിക്കാറുണ്ട്. She keeps calling me. അവിടെ വേണമെങ്കിൽ നമുക്ക് often ചേർക്കാം. She often keeps calling me. അവൾ എന്നും എന്നെ വിളിക്കാറുണ്ട്. I wanted to say but couldn't. I wanted to say but couldn't. എപ്പോഴാണ് നമ്മൾ ഇങ്ങനെ പറയാന്നറിയോ? എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു ബട്ട് എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. അങ്ങനെ പറയണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഇതുപോലെ പറയാം. ഐ വാണ്ടഡ് ടു സേ, എനിക്ക് പറയണം എന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് പറയാൻ പറ്റിയിട്ടില്ല. couldn't say. ആരെങ്കിലും കഷ്ടപ്പാടിലേക്കൂടെ പോകുന്നുണ്ടെങ്കിൽ നമ്മൾ പറയാറില്ലേ, സാരില്ല പോട്ട്, ഈ സമയമൊക്കെ പോകും, നല്ല സമയം വരും, ഈ മോശം സമയം ഒക്കെ പോകുമെന്ന് പറയാൻ വേണ്ടിയിട്ട് we can say in English, bad days will soon be over. അല്ലെങ്കിൽ നമുക്ക് പറയാം everything will be soon all right. എല്ലാം വേഗം ശരിയാവും. അല്ലെങ്കിൽ we can say don't worry, things will better up. ബുദ്ധിമുട്ടരുത്, വിഷമിക്കരുത്, എല്ലാം ശരിയാവും. Can I tell you something? ഞാൻ നിന്നോടൊരു കാര്യം പറയട്ടെ. Can I tell you something? Can I tell you something? ഇംഗ്ലീഷ് പഠിക്കണം ആഗ്രഹമുണ്ടെങ്കിൽ റൈറ്റ് സൈഡിൽ കാണേണ്ട വീഡിയോ ക്ലിക്ക് ചെയ്യൂ. ഇതൊരു ലെങ്തി ഡീറ്റെയിൽഡ് വീഡിയോ ആണ്. I have included so many short and useful sentences in this video. Thanks for watching.